നമ്മൾ സാധാരണ ക്ഷേത്രത്തിൽ ദർശനത്തിന് ചെന്നാൽ ദർശനം കഴിഞ്ഞ് വരുമ്പോൾ അവിടുന്ന് തീർത്ഥവും പ്രസാദവും എല്ലാം നമുക്ക് കിട്ടും. തീർത്ഥം നമ്മൾ സേവിക്കും, പ്രസാദം നമ്മൾ നെറ്റിയിലോ കഴുത്തിലൊക്കെ തൊടും. എന്നാലും പ്രസാദം തൊട്ട് കഴിഞ്ഞാലും പൂ തലയിൽ ചൂടും, എന്നാലും അതിലൊക്കെ ബാക്കിയുണ്ടാവും. നമ്മളത് സാധാരണ വീട്ടിൽ കൊണ്ടുവരികയാണ് വേണ്ടത്. പലരും ഇത് അവനവൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അവിടെ അമ്പലത്തിൽ തന്നെ ഇട്ട് പോകുന്നത് കാണാറുണ്ട്. അത് ശരിയായൊരു നടപടിയല്ല. ആ പ്രസാദത്തിൻ്റെ ഭഗവത് പ്രസാദമാണ് നമ്മുടെ കുടുംബത്തിലെത്തണം. അത് വീട്ടിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അതിലുള്ള ചന്ദനമാണെങ്കിൽ ചന്ദനം, അല്ലെങ്കിൽ കുങ്കുമമാണെങ്കിൽ കുങ്കുമം, അല്ലെങ്കിൽ ഭസ്മമാണെങ്കിൽ ഭസ്മം, അത് ആ പ്രസാദം ദിവസവും എടുത്തു വെച്ച് എല്ലാ ദിവസവും അത് തൊടാനായിട്ട് ഉപയോഗിക്കാം. അതിൽ വരുന്ന പൂവ് ബാക്കിയുണ്ടെങ്കിൽ അത് നമുക്ക് ഈ നല്ല വൃക്ഷങ്ങളുടെ ചുവട്ടിൽ ഇടാം. തുളസിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പുഷ്പങ്ങളുടെയൊക്കെ ചുവട്ടിലിടാം. അതിന് സൗകര്യമില്ലാത്തവർക്ക് കുഴിച്ചിടാവുന്നതാണ്, ഭൂമിയിൽ കുഴിച്ചിടാം. എന്നാലും അത് വൃത്തികേടാവുന്ന ഓടയിലോ ഒന്നും കൊണ്ട് കളയാതിരിക്കണം. വെറുതെ വലിച്ചെറിയാതെ മറ്റൊരാൾ ചവിട്ടാതെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്.